ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതാ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ചിക്കൻ ലോലിപ്പോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉരുളൻകിഴങ്ങും പിന്നെ കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ കൂടെ ചിക്കനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതാ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി നോക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് അടി പിടിക്കുമല്ലോ. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1.5 വിസിലൊക്കെ അടിച്ചാൽ മതി, അപ്പോഴത്തേനായി കിട്ടും. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് 2 സബോള, വലിയതല്ല, ഇടത്തരം 2 സബോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വേഗം വഴണ്ടി വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴണ്ടി വരട്ടെ അത്. അപ്പോഴത്തെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് എടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകാണ് ചതച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സിമ്മിൽ വെച്ചാൽ മതി, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയിച്ച് കളയണ്ട. അപ്പോൾ അത് കാരണം ഒന്ന് സിമ്മിൽ വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തന്നെ കേട്ടോ, കൂടുതലായ മധുരം കൂടിയ പോലെ ആവും. അത് കാരണം കുറച്ച് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുന്നേ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. കൈ കൊണ്ട് വെച്ചിട്ടാൽ നമുക്ക് ആ റോൾ ചെയ്തെടുക്കുമ്പോൾ ശരിയായി കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് അതിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അത് ഉരുളൻകിഴങ്ങും ഉടച്ച് ചേർത്തിട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി കൂട്ടി യോജിപ്പിച്ച് കണ്ടില്ലേ, ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക. അതിൽ കട്ടൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ അത് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കുക. കുറച്ച് വലുതാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ, നമുക്ക് സ്റ്റിക്കിൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം നോമ്പ് തുറക്കുമ്പോഴും ഓരോന്ന് മാറ്റി എടുക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇവിടെ അത് ഇന്നുണ്ടാക്കിയത് നാൾക്ക് മോനക്ക് പറ്റില്ല, എനിക്ക് എന്തെങ്കിലും വെറൈറ്റികൾ വേണം. അപ്പോൾ അങ്ങനെ ഓരോന്ന്, ചിലത് പരീക്ഷണങ്ങളാണ്, ചിലത് ഓരോ വീഡിയോസ് കണ്ടിട്ടാണ്. അപ്പോൾ പിന്നെ വീഡിയോസ് കണ്ടിട്ട് നമ്മളേതായ രീതിക്ക് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഓരോരോന്നും ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 കോഴിമുട്ട എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ ആക്കി എടുത്താൽ മതി. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ സ്റ്റിക്ക് കടയിൽ നിന്ന് മേടിച്ചതാണ്. നമ്മളെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഈ ഒരു ഉണ്ട എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ അത് ശരിയായി വരും. കണ്ടില്ല? എന്നിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. മനസ്സിലായിട്ടുണ്ടാവൂലേ? ഇതാ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് സൈഡൊക്കെ ഒരു മുക്കൊക്കെ എന്ന് പറയുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ അതൊരു ഐസ്ക്രീമിൻ്റെ അല്ല, കോലൈസിൻ്റെ ഒക്കെ ഒരു ഷേപ്പായിട്ട് വരും. കണ്ടില്ലേ? ഇതാ വീണ്ടും ഒരെണ്ണം എടുത്തു. അതിലിങ്ങനെ കുത്തി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ അത് അമർത്തി കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് കട്ട്ലേറ്റ് ആക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതിയില്ലേന്ന്. പക്ഷേ കട്ട്ലേറ്റ് ആക്കിയാൽ അത് അതിൻ്റേതായ ഒരു ഭംഗിയല്ലേ വരുള്ളൂ. ഇത് വേറൊരു മോഡലായിട്ട് വരുമല്ലോ. പിന്നെ ഇതിൽ നമ്മൾ കെച്ചപ്പൊക്കെ കൂട്ടുന്നുണ്ട്, മുളക് പൊടിയൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 കേട്ടോ. അപ്പോൾ അതാ വേറെ സ്റ്റിക്കും കൂടി എടുത്തിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് മറ്റേ മുട്ടയിൽ മുക്കി ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിലും നല്ലത് നമുക്ക് വെറുതെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ കോട്ട് എടുക്കലാണ്. ഫസ്റ്റ് ഞാൻ അതിൽ നോക്കി നോക്കിയപ്പോൾ അതുകൊണ്ട് ശരിക്കാണ്ട് ഒട്ടാത്ത പോലെയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ചെയ്യണ പോലെ തന്നെ മുട്ടയിൽ ഒന്നിങ്ങനെ മുക്കിയെടുത്തു. ഇനി ബ്രെഡിലിട്ടിട്ട് 2 സൈഡിലും നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ കട്ട്ലേറ്റിന് ഇതാക്കി എടുക്കില്ലേ, അതുപോലെ തന്നെ 2 സൈഡും നന്നായിട്ട് ബ്രെഡ് പൊടി കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. നോക്കി കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ എല്ലാം അതുപോലെ ആക്കിയെടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ സ്റ്റിക്കൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മളെ ഇഷ്ടത്തിനാക്കിയിട്ട് മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ സ്റ്റിക്ക് കയ്യിലില്ലാത്തൊരു മേടിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണം. അപ്പോൾ അത് കാരണമാണ് ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് അങ്ങനെ മേടിച്ചത്. ഇനി കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേപ്പ് ഇല്ലെങ്കിലൊന്നും പേടിക്കേണ്ട, നമുക്ക് ഈ ബ്രെഡിൽ മുക്കിയെടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ എല്ലാം ആ സ്റ്റിക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൽ മുക്കിയെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നോമ്പ് തുറക്കാനൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ടേബിൾ മുല്ലൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോൾ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നുമല്ലോ.
അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്ത് ആവശ്യത്തിനുള്ള മാത്രമേ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തണ്ണിമത്തൻ മുറിച്ചെടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നുമല്ല, നമ്മൾ പണ്ടൊക്കെ കുടിച്ചിരുന്നില്ലേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ അതുപോലെ. അപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക ഉമ്മാനായിട്ട് ഉമ്മയുടെ വീട്ടിലേക്ക് പോണതാണ്. ഞങ്ങൾ ഉമ്മയുടെ വീട് ചാവക്കാടാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ കൂടിയിട്ടാണ് പോവുക. അപ്പോൾ അവിടെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോണ വഴിയിലുണ്ടാവും തണ്ണിമത്തൻ ഇങ്ങനെ മുറിച്ചിട്ട് വിൽക്കാൻ വെക്കണത്. അപ്പോൾ ഉമ്മ ഇപ്പോഴും ഞങ്ങൾക്ക് പോകുമ്പോൾ ഒരു ഗ്ലാസ് മേടിച്ച് തരും. അപ്പോൾ എപ്പോൾ തണ്ണിമത്തൻ കണ്ടാലും അതാണ് ഓർമ്മ വരിക. അപ്പോൾ അത് കുടിക്കാനൊരു പൂതി. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കത്തി വെച്ചിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം, നല്ല മധുരമൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ, കുറച്ച് മധുരം ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേനും തണുത്ത് വരുമല്ലോ. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നൂൽപുട്ടിന് വെള്ളം തിളപ്പിച്ച് പിന്നെ പൊടി വാട്ടിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതാ പൊടിയൊക്കെ വാട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ. നൂൽപുട്ടൊക്കെ മുന്നേ ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ അതാ പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നാളികേരം കൂടി ചിരകിയെടുക്കാണ്ട്. നൂൽപുട്ടിലേക്ക് നാളികേരം ഇട്ടിട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. കറി ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അതാ ഇലയിലാണ് ഞാനത് പരത്തി കൊടുക്കുന്നത്, പിഴിഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ അതിലേക്ക് നൂൽപുട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നോമ്പായതുകൊണ്ട് തോന്നുന്നുണ്ട് എന്താ പറയണതെല്ലാം വരുന്നതെന്ന് പറയണ പോലെയാണ്. വയ്യാണ്ടായി തുടങ്ങിയില്ലേ, നല്ല ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. പുറത്തേക്ക് പോയി വരുന്ന ദിവസമാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ കുറച്ചും കൂടി നാളികേരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ആവി കയറ്റാൻ വെക്കുക. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ തന്നെയാണ് ഞാനിത് വേവിക്കാൻ വെക്കണത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവി വന്നപ്പോൾ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി അത് നൂൽപുട്ടാക്കിയാൽ എന്തായാലും കഴിക്കലുണ്ടാവില്ല. അപ്പോൾ നാളികേരം ബാക്കിയുണ്ട്. കുറച്ച് ശർക്കര ഇട്ടിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കണമെങ്കിൽ മുന്നേ നമ്മളിത് കുറേ ഉണ്ടാക്കി വെക്കും. പക്ഷേ നോമ്പ് തുറക്കണ സമയത്തേക്ക് നമുക്കൊന്നും വേണ്ട അല്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ഉണ്ട 4 ഉണ്ടാക്കിയിട്ട് 4 ബാക്കിയായിരുന്നു. അപ്പോൾ അതാ ഞാൻ ശർക്കരയും തേങ്ങയൊക്കെ നന്നായി കൈ വെച്ചിട്ട് തിരുമ്പി കൊടുക്കേണ്ട, ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ പൊടി പരത്തി കയ്യിൽ വെച്ച് പരത്തി എടുത്തിട്ട് നാളികേരം വെച്ചിട്ട് നമ്മുടെ കുഴിക്കട്ടല്ലേ അത് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുക്കണുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്തുണ്ടാക്കുമ്പോഴും നോമ്പ് തുറന്നാൽ കഴിക്കണം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ നോമ്പ് തുറന്നാൽ വെള്ളം കുടിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഒരവസ്ഥയാണല്ലേ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളത്. അപ്പോൾ അതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി മറ്റതും കൂടി അതുപോലെ ആക്കിയിട്ട് 3-4 ഉണ്ടകളാണ് ഉണ്ടാക്കിയെടുത്തേക്കണത്. അപ്പോൾ അത് കൈ വെച്ചിട്ട് പൊട്ടിയ ഭാഗത്തൊക്കെ ശരിയാക്കി കൊടുക്കുക. നൂൽപുട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ അടിയിൽ കുറച്ച് മാവ് എന്തായാലും ബാക്കിയുണ്ടാവും. അപ്പോൾ അത് പിന്നെ നമ്മൾ കളയല്ലേ ചെയ്യുക, എന്തായാലും അത് പിഴിഞ്ഞാൽ മുഴുവനായിട്ട് കിട്ടൂല. അപ്പോൾ ഞാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ ഒരു ഉരുളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാമല്ലോ. നമ്മൾ നൂൽപുട്ടായാൽ ആ ഒരു അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ആ ഒരു ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതായിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നൂൽപുട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി 2 കൂടി വെന്ത് വരാനുള്ളൂ. അപ്പോൾ നൂൽപുട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കറി ചൂടാക്കി എടുക്കുകയായിരുന്നു. അപ്പോൾ കറിയുടെ പണിയൊന്നും ഇല്ല. ഇനി ഇതൊന്നും നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും കൂടി ഷേപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ അത് പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് അത് മുരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ അടുത്ത് നിന്നിട്ട് തന്നെ അത് ചെയ്തെടുക്കണം. എൻ്റെ 2 ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. ഉള്ളായിട്ടുണ്ടായിരുന്നില്ല, പുറം കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക, 2 സൈഡും മൊരിപ്പിച്ചെടുക്കുക. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് അതിനെക്കാട്ടും മുന്നേ ഒന്ന് കരിഞ്ഞ് പോകുന്നുണ്ട്. അതിനിപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേഗം എടുത്താൽ മതി. അപ്പോൾ ഇതാ 2ാമതും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ കൂടെ പറയണേ, ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും കമൻറ്റിൽ കൂടെ പറയണേ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ, ഇത്രയും കളറായാൽ മതി. അപ്പോൾ അതാ 1 കൂടി ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാ ഇന്ന് നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്കിന് വേണ്ടിയിട്ട് കാത്തിരുന്നാൽ മതി. അപ്പോൾ അത് തണ്ണിമത്തൻ മറ്റേ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്, അപ്പോൾ അത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം കുറച്ച് വെള്ളം കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറന്നു പറഞ്ഞത് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമ്മുടെ മുന്തിരി ജ്യൂസ് വെച്ചിട്ട് കുറച്ച് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ അതാ ഇന്നത്തെ നോമ്പ് തുറക്കലെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മിഠായിട്ടത് അടുത്ത വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. ആ കുട്ടിയുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണ്. അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഐസൊക്കെ എടുക്കണ പോലെ കോലൊക്കെ എടുത്ത് പിടിക്കുമ്പോഴും രസമായിരുന്നു, കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.